നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എവൻഗേലിയൻ വേദഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങളെ. ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 29. ഈ വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. എന്നാൽ സമയപരിമിതി കൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളോട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കത്രേ. വേഴ്സ് 27 ഓൺവേർഡ്സ്. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള സാധ്യതകൾക്കായി സ്തോത്രം. ദൈവവചനവുമായി തിരുസന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുമ്പോൾ അതിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ വേണ്ട ബുദ്ധി ഞങ്ങൾക്ക് പകർന്നു തരണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഏറ്റവും സ്വീകാര്യമായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ ഫ്രഞ്ച് റാഷണലിസത്തിൽ വിശ്വസിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള യേശു ഒരു ഗുരുവും ഒരു മോറൽ ടീച്ചറും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് പരസ്യമായി പ്രസ്താവിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. തോമസ് ജെഫേഴ്സൺ നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തെ പോലുള്ള ആളുകളും വസിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ഇന്ന് ഉയർപ്പിൻ്റെ ഈ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ക്രിസ്തീയ വിശ്വാസം വെച്ച് പുലർത്തുന്നത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് ഫെയ്ത്തിനെ കാണുന്നതായ ആളുകൾ കൂടെയാണെന്നുള്ളത് ചിന്തിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ചിന്താ വിഷയം ക്രൈസ്റ്റ് ഗോഡ് ആൻഡ് സേവിയർ ലോർഡ് ടു അസ് എന്നാണ്. ക്രൈസ്റ്റ് ഗോഡ് ആൻഡ് ലോർഡ് ടു അസ്. ക്രിസ്തു നമുക്ക് ദൈവവും കർത്താവുമാണ് എന്നുള്ളതാണ്. ഈ ചിന്ത നമുക്ക് നൽകുന്ന ചില ദർശനങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക അത്രേ. ഒന്നാമതായിട്ട്, തോമസ് അപ്പോസ്തലൻ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. തോമസ് അപ്പോസ്തലനെ നാം തിരുവചനത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 സ്ഥലത്ത് കാണുന്നത് ചോദ്യചിഹ്നവുമായിട്ടാണ്. ഒന്നാമതായി തോമസ് അപ്പോസ്തലനെ നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ചാപ്റ്റർ 11 വേഴ്സസ് 16. അവിടെ യേശു ലാസറിനെ ഉയർപ്പിക്കുവാനായി ബഥാനിയയിലേക്ക് പോകുമ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലത്തേക്ക് യേശു പോകുന്നതിനെ ചോദ്യം ചെയ്യുന്ന തോമസ് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. യേശുവിൻ്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ പറയുകയാണ്, ലെറ്റ് us also go with him so that we may die with him. അവനോടുകൂടെ മരിക്കേണ്ടതിന് അവനോടുകൂടെ പോകാമെന്ന് പറയുന്നതായ തോമസ്. രണ്ടാമതായ തോമസിനെ നാം കാണുന്നത് ജോൺ ചാപ്റ്റർ 14:5 14-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ യേശുവിനോട് പറഞ്ഞു, ലോർഡ്, we do not know where you are going. Now how can we know the way? എങ്ങനെയാണ് ഞങ്ങൾക്ക് നീ പോകുന്ന സ്ഥലം അറിയാത്തവർ എങ്ങനെയാണെന്ന് വഴി അറിയാമെന്ന് പറയുന്നതെന്നുള്ള ചോദ്യം ഉയർത്തുന്ന തോമസ്. അവിടെയാണ് യേശു 14:6 പറയുന്നത്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുള്ള വലിയ പ്രഖ്യാപനത്തിലേക്ക് മാറുന്നത്. മൂന്നാമതായിട്ട് തോമസിനെ നാം കാണുന്നത് ഇപ്പോൾ നാം ഇന്നത്തെ വായന ഭാഗം ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 26 ഈ വേദഭാഗത്ത് ധ്യാനിക്കുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഉയർപ്പിൻ്റെ ദിവസം ധ്യാനിച്ചതായ ചിന്തകളെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് യേശുവിൻ്റെ മഗ്ദലക്കാരത്തി മറിയയുമായുള്ള സംഭാഷണത്തിൽ മഗ്ദലക്കാരത്തി മറിയയോട് യേശു പറയുന്നുണ്ട്, നീ എൻ്റെ സഹോദരന്മാരോട് പോയി പറയേണ്ട ഒരു സന്ദേശമുണ്ട്, നീ ആ സന്ദേശം അവരുടെ അടുക്കിലേക്ക് പോകണം. ആ സന്ദേശത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് നാം ചിന്തിക്കുന്നതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അവളോട് യേശു പറയുന്നുണ്ട്, നീ പോയിട്ട് അവളോട് പറയണം, ഞാൻ എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും അവൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നുവെന്ന് നിങ്ങൾ പോയി പറയണം. ഇതാണ് ഉയർപ്പിൻ്റെ സന്ദേശം. ഈ മെസ്സേജുമായിട്ടാണ്
മറിയയെ അവിടേക്ക് അയക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഉയർപ്പിൻ്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. യേശു പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശം, ഈ സന്ദേശവുമായിട്ട് എത്തിച്ചേർന്ന ശിഷ്യന്മാർ, മറിയ എത്തിച്ചേരുമ്പോൾ ശിഷ്യന്മാർ ആരും തന്നെ ഈ സന്ദേശം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു ഇല്ല, വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ വീണ്ടും യേശു ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ യേശു പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ തോമസ് അവരോട് കൂടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് യേശു തൻ്റെ വിലാപ്പുറം അവരെ കാണിച്ചു, കൈയും അവരെ കാണിച്ചു എന്ന് ചാപ്റ്റർ 20:20 പറയുന്നുണ്ട്. പിന്നെ അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു, പിന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നു, അവരെ ഒരു കമ്മീഷനിങ് ഒക്കെ അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരുവനായിരുന്നു തോമസ്. എന്നാൽ ഈ വേദഭാഗത്ത് നാം കാണുന്നത് യേശു ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ്. അവൻ്റെ അവിശ്വാസത്തെ ദയാതൽപരനായി ദയാപൂർവം പരിഗണിക്കുകയും അവനെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടതായ കരുതൽ അവന് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് കാണുന്നത്. തോമസിനെ സംബന്ധിച്ചിടത്തോളം തോമസ് യേശുവിനെ കാണുമ്പോൾ, യേശുവിൻ പ്രത്യക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാകാത്തതിന് ചില കാരണങ്ങൾ ഇവിടെ നിരത്തുന്നുണ്ട്. തോമസ് പറയുന്നുണ്ട്, യേശു നേരിട്ട് എനിക്ക് കാണാൻ കഴിയാതെ, അവൻ്റെ കൈകളിൽ മുറിവിൽ സ്പർശിക്കാതെ, അവൻ്റെ വിലാപ്പുറത്ത് തൊടാതെ, കൈവിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് റീസണിങ്ങിൻ്റെതായ ഒരു തലമാണ്. റീസണിങ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട്, ആർഗ്യുമെൻറ്റുകൾ കൊണ്ട് സമീപിക്കുക. അതിനുശേഷം ആർഗ്യുമെൻറ്റിൻ്റെയും എവിഡൻസിൻ്റെയും ബേസിസിൽ മാത്രം ചില ട്രൂത്ത് അല്ലെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. അല്ലാത്തൊന്നും സ്വീകാര്യമല്ല. അതുകൊണ്ട് തോമസിനെ ഒരു റീസണിങ്ങിൻ്റെ ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മൂവിങ് ഫ്രം റീസണിങ് ടു ദ ഫെയ്ത്ത് ദാറ്റ് ബേസ്ഡ് ഓൺ റെവലേഷൻസ്. റീസണിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള അളന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്നും വെളിപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശ്വാസത്തിലേക്ക് മാറുന്നതിനെയാണ് നാം കാണുന്നത്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. ചോദ്യങ്ങൾ ഉയർത്തുന്നത് തെറ്റാണോ? അല്ല. നമ്മുടെ തലമുറ ഇന്ന് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുവാൻ അഭ്യസിക്കപ്പെടുന്ന ഒരു തലമുറയാകുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലൂടെയാണ് അവർ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ സൺഡേ സ്കൂളുകളിലും നമ്മുടെ ഭവനങ്ങളിലും അവർ ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ചോദ്യം ഉയർത്തുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ചെറിയ ബാലനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ബാലൻ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൂവ് ചുമന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഷേപ്പ് എന്താണ്? ജലം എന്തുകൊണ്ടാണ് ആ മേളിൽ നിൽക്കാത്തത്? എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു ചോദ്യം. അവർ പറയും അവൻ ഭ്രാന്തനാണ്. സോക്രട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിഷം കൊടുത്ത ലോകം കൊന്നു. അപ്പോൾ ചോദ്യം ഉയർത്തുന്നതിനെ തന്നെ പ്രശ്നമായി കാണുന്ന ലോകം. നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ജയിലിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയും മറ്റു പല രാജ്യങ്ങളിലും ഉള്ളത്. നമ്മളും ആ തരത്തിലാണോ ചിന്തിക്കുന്നത്? നമ്മളുടെ വിശ്വാസമില്ലായ്മയാണോ അതിന് കാരണം? തോമസ് അപ്പോസ്തലനെ നമുക്ക് ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യനായി മാത്രം ചിത്രീകരിച്ച് ഇവിടെ നിന്നും കടന്നു പോകാമോ? ഇവിടെയാണ് നാം ഓർക്കേണ്ടത്, വിശ്വാസ രൂപീകരണത്തിൽ റീസണിങ്ങിന് വളരെയധികം സാധ്യതകളുണ്ട്. റീസണിങ് എന്ന് പറഞ്ഞാൽ അത് ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. റീസൺ ഈസ് ദ ബേസിക് ഹ്യൂമൻ ഫാക്കൽറ്റി എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതും എല്ലാ മനുഷ്യനിലും, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധ്യതയാണത്. എന്നാൽ എവിടെയാണ് പ്രശ്നം വരുന്നത്? എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ ബുദ്ധി കൊണ്ട് അളക്കുന്നതും ചില എവിഡൻസിലൂടെ ആർഗ്യുമെൻറ്റിലൂടെയും ഉത്തരം കണ്ടെത്തുന്നത് മാത്രമാണ് എന്ന് പറയുന്നതാണ്. അതിനാണ് റാഷണലിസം എന്ന് പറയുന്നത്. എന്നാൽ അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരാണ് റെവലേഷൻ, വെളിപ്പാട്. യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചാൽ യേശു ചെയ്യുന്ന തന്നെ അല്ലെങ്കിൽ തൻ്റെ പിതാവിനെ തന്നിലൂടെ വെളിപ്പെടുത്തുന്നതായ ഒരു രംഗമാണ്. അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് റെവലേഷനിലെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. ഈ റെവലേഷനിലെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങളെ അല്പം കൂടെ കാര്യമായി മനസ്സിലാക്കുന്ന
ഇതാണ് ഈ റീസണിങ് എന്ന് പറയുന്നത്. തോമസ് അക്വിനാസ് എന്ന് പറയുന്നതായ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തിയോളജി ഈസ് റാഷണൽ ആൻഡ് ക്യാൻ ബി സപ്പോർട്ടഡ് ആൻഡ് എക്സ്പ്ലോർഡ് ബൈ റീസൺ. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, തിയോളജി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വിശ്വാസത്തിനെ കുറിച്ചുള്ള അന്വേഷണമാണ്. അതിനുവേണ്ടി ഈ റീസണിങ് വളരെ നല്ലതാണ്, അതിനെ സമീപിക്കുവാനായിട്ട്. എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യങ്ങളുണ്ട്. ഹൗവർ, ക്രിസ്ത്യാനിറ്റി ക്യാൻ നോട്ട് ബി ലിമിറ്റഡ് or contained to what could be ascertained by reason. Faith goes much beyond reasons, having access to truth and insight of revelations, which reason could not hope to fathom or discern. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെങ്കിലും റീസണ് ബിയോണ്ടായ കാര്യങ്ങളിലേക്ക് നാം പോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് റെവലേഷനിലേക്ക് നാം കടക്കേണ്ടതെന്നുള്ളതാണ്, വെളിപ്പാടുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. റീസൺ ഹാസ് എ റോൾ ഓഫ് ബിൽഡിംഗ് അപ്പോൺ വാട്ട് ഈസ് നോൺ ബൈ റെവലേഷൻ. അപ്പോൾ റീസണിൻ്റെ റോൾ എന്ന് പറയുന്നത് റെവലേഷനിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, എക്സ്പ്ലോറിങ് വാട്ട് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ മൈറ്റ് ബി. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തേണ്ടത്. നമ്മൾ എവിടെയാണ് ചിന്തിക്കേണ്ടത്? ഇന്നത്തെ തലമുറ പെട്ടുകിടക്കുന്ന കുരുക്കെന്ന് പറയുന്നത് ചോദ്യങ്ങളുമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വളരുവാനോ റെവലേഷനെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ഞാൻ ചോദിക്കട്ടെ, ഞായറാഴ്ച ദിവസത്തെ പള്ളികളിലും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൊക്കെയും വളരെയധികം ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതെല്ലാം ചോദ്യങ്ങളിൽ മാത്രമായി തന്നെ നിൽക്കുന്നു. അതിനൊന്നും ഒരു ഉത്തരം കണ്ടെത്തുക, നമ്മുടെ വിശ്വാസത്തെ ഈ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനോട് പൂർണ്ണമായി എൻകൗണ്ടർ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഒരു 18E ഗിൽസൺ എന്ന് പറയുന്നതായ ഒരു തിയോളജിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞ് ഈ ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Christianity is like a cathedral which rests upon the bedrock of reason, but whose superstructure rises beyond the realms accessible to pure reason. It rests upon the rational foundations, but the building erected on the foundation went far beyond what reason could uncover. അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം ഒരു പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റീസണിലായിരിക്കും. ചില ചോദ്യങ്ങളൊക്കെ തുടങ്ങിയായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞതായ ചില പ്രശ്നങ്ങളായിരിക്കാം അതിൻ്റെ അടിസ്ഥാനം, ചില ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ അതിൻ്റെ മുകളിൽ കെട്ടുപണി ചെയ്യപ്പെടുന്ന ഒന്നുണ്ട്, അതാണ് നമ്മുടെ വിശ്വാസം. ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ആ ഫൗണ്ടേഷൻ കെട്ടുപണി ചെയ്യപ്പെട്ട ബിൽഡിങ്ങിനെ റീസൺ കൊണ്ട് പിന്നെ അലക്കാവുന്നതിനപ്പുറത്തേക്ക് അത് പോകും. അവിടെയാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്നുള്ളത് നാം തിരിച്ചറിയണം. ആ അനുഭവത്തിൽ വളരുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവിടെയാണ് രണ്ടാമത്തെ ചിന്തയ്ക്കുള്ള പ്രസക്തി. ദ സെക്കൻഡ് തോട്ട് ഈസ് ദാറ്റ് തോമസ് സീസ് ആൻഡ് എക്സ്പീരിയൻസ് ഗോഡ് ഫുള്ളി റിവീൽഡ് ഇൻ ക്രൈസ്റ്റ്. തോമസ് അപ്പോസ്തലൻ യേശുവിനെ കാണുകയും അനുഭവമാക്കുകയും ചെയ്യുകയാണ്. എന്താണ് അനുഭവമാക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെയും പിതാവിനെയും വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എക്സ്പീരിയൻസിന് ഫെയ്ത്തിന് എന്തെങ്കിലും സാധ്യമുണ്ട്? ചിലരൊക്കെ പറയുന്നുണ്ട് ഇവർ വെറും എക്സ്പീരിയൻസ് തലത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ്. അതിന് സാധ്യതയൊന്നുമില്ലേ? വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ റിലീജിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച് വളരെ വിശ്വപ്രഖ്യാതമായ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ നമ്മളിൽ ചില സഹോദരന്മാർ എക്സ്പീരിയൻസ് തലത്തിൽ മാത്രം ഫെയ്ത്തിനെ വയ്ക്കുന്നുണ്ട്. റാഷണലായിട്ട് ബുദ്ധി ഉപയോഗിക്കുവാനായിട്ട് അവർക്ക് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ചിന്തിക്കുന്നത് തെറ്റാണെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. അന്ധമായി വിശ്വസിക്കുക എന്ന് പറയും. അവർ പറയുന്നതൊക്കെ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളത് അതല്ലല്ലോ നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ പോലെ തോമസ് അപ്പോസ്തലൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു മാതൃക, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിന് കാര്യമായ കാരണമുണ്ട്. അവിടെ ചോദിക്കുക, മറ്റു ശിഷ്യന്മാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും അവൻ്റെ ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയല്ല എന്ന് അവൻ പറയുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന എൻ്റെ കർത്താവിനെ കണ്ട് അവനെ അനുഭവമാക്കാതെ ഞാൻ വിശ്വസിക്കുകയല്ല എന്ന് ശഠിക്കുന്നതായ ഒരു വ്യക്തിയാണ്. തൻ്റെ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽക്കുള്ള അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നത്. കാരണമുണ്ടാകാം.
ജൂവിഷ് ടീച്ചിങ്ങിൻ്റെ അടിസ്ഥാനം തന്നെ അങ്ങനെയാണ്. തങ്ങൾക്ക് ഗ്രാഹ്യമാക്കുവാൻ കഴിയാത്തതായ ഒന്നിൽ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അനേകം പേർ കള്ളപ്രവാചകന്മാരൊക്കെ ആയിട്ട് വരുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോമസ് ഉയർത്തുന്ന ന്യായമായ ഒരു ചോദ്യമാണ്, ഇൻഡിവിജ്വൽ റിലീജിയസ് എക്സ്പീരിയൻസ് എന്നാൽ വഴിപിഴയ്ക്കുന്നത് എവിടെയാണ്? ഇത് വഴിപിഴയ്ക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസിനെ തന്നെയാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കുന്നത്. ദൈവവചനവും റാഷണൽ കപ്പാസിറ്റിയും ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതെ ചില എക്സ്പീരിയൻസും, ചിലർ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ദർശനം കണ്ടു, എനിക്ക് ഇന്നലെ ഒരു ദർശനമുണ്ടായി, ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവരെത്തിച്ചേരുന്നത് പലപ്പോഴും തെറ്റായ വഴികളിലും തെറ്റായ ഇടങ്ങളിലുമാകുന്നു, അല്ലെങ്കിൽ തെറ്റായ കൺക്ലൂഷനിലാകുന്നു. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുത്തി കളഞ്ഞേക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ജീവിതത്തെ കാണാൻ. നമുക്ക് ലഭിക്കുന്ന ചിന്തകളെല്ലാം തന്നെ ശരിയായിരിക്കണമെന്നില്ല. അതിനെ ദൈവവചനത്തിൻ്റെയും ദൈവം തന്നിട്ടുള്ള ചില റാഷണലായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാം തെളിയിക്കാൻ പറ്റില്ല, ചിലതൊക്കെയും തെളിവില്ലാതെ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് മുമ്പേ ജീവിച്ചതായ അനേകം മനുഷ്യരുടെ സാക്ഷ്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെയും നമുക്ക് മാതൃകയായിട്ടുണ്ടെന്നുള്ളത് ഓർക്കണം. അതിലൊന്നാണ് തോമസ് അപ്പോസ്തലൻ. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ്. അവിടെ ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അവനെ സമീപിച്ച് അവൻ്റെ വിശ്വാസത്തിൻ്റെ ബലഹീനതകളിൽ അവനെ സഹായിക്കുന്ന യേശു, ഉദ്ധാനം ചെയ്ത യേശു, ആ യേശു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നമ്മളുടെ ഒറ്റപ്പെടലിലും നമ്മുടെ ചോദ്യങ്ങൾ ഉയർത്തപ്പെട്ട് നമ്മൾ വളരെ കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്തും കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ സമീപമെത്തി നമ്മെ സഹായിക്കുന്ന യേശു. അവൻ്റെ സഹായമില്ലാതെ ആർക്കും ഈ ഉയർപ്പിൻ്റെ സന്ദേശം മാത്രമല്ല, ക്രിസ്തു ദൈവമാണെന്നോ ദൈവപുത്രനാണ് അവനിലൂടെ സാധ്യമെന്ന രക്ഷയുടെ പൂർണ്ണ അർത്ഥവും അതിൻ്റെ ഉത്തരവും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. യേശുവിൻ്റെ കൃപയിൽ നിന്നും കരുതൽ നിന്നുമാണ് നാം ഇവിടെ ഈ ഒരു പ്രത്യക്ഷപ്പെടലിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. ശിഷ്യന്മാർ ഭയത്തിൻ്റെയും അവ്യക്തതയുടെയും മധ്യത്തിൽ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസവും സമാധാനവുമായിട്ടാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഈ വരവ് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് രണ്ടാമത് വരുന്നത്. ഈ തോമസ് അവരുടെ മധ്യേ ഇല്ലായിരുന്നു എന്ന് 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനും അത്രയും കരുണ കാണിക്കുന്നവനും അത്രയും കൃപയുള്ളവനുമായ കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യേശു തോമസിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന്. അപ്പോൾ തോമസ് പിന്നെ ഉത്തരമായിട്ട് പറയുന്നത് ഒറ്റ ഒരു കാര്യമാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഈ കൺഫെഷൻസ് പെട്ടെന്നൊന്നും വരുന്നതല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതൊന്നുമല്ല. ഇതിന് മുമ്പേ ഉണ്ടായ ഒരു സംഭാഷണങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് അവിടെ കാണാം. യോഹന്നാൻ എവൻഗലിസ്തൻ ഇത് പറഞ്ഞു വയ്ക്കുവാനായിട്ടാണ് ഇത്രയും ഈ സുവിശേഷം എഴുതിയത് തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ജോൺ ചാപ്റ്റർ 14:7 പറയുന്നുണ്ട്, ഇഫ് യു നോ മീ യു വിൽ നോ മൈ ഫാദർ. നീ എന്നെ അറിയുവാണെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമെന്ന്. ദിസ് കൺഫെഷൻ അതുകൊണ്ട് തന്നെ ലീഡ്സ് അസ് ടു ജീസസ് റിട്ടേൺ ടു ദ ഫാദർ വിച്ച് ഈസ് കംപ്ലീറ്റ് നൗ. അത് പറഞ്ഞ ബോൾട്ട്മാൻ എന്ന് പറയുന്നതായ ഒരു ദൈവശാസ്ത്രജ്ഞനാകുന്നു. യേശുവിൻ്റെ പിതാവിലേക്ക് കയറി പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കമത്തങ്ങളുടെ കാര്യത്തിൽ മറിയ പറഞ്ഞു കൊടുത്ത സന്ദേശം, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് മനസ്സിലാക്കണം. ഈ കൺഫെഷൻ സഭയുടെ ചരിത്രത്തിലും ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവത്തെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന് 1 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വചനമായിരുന്നു, വചനം ദൈവത്തോടെ, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്. ആ ദൈവത്തെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കൺഫെഷനായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാനായിട്ട്. ഒരു റാഷണൽ തലത്തിൽ നിന്നായ ഫെയ്ത്തിനെ അവിടെ നിന്നും വ്യക്തിപരമായ ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതായ കാഴ്ച നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുക. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റും, റാഷണലായിട്ട് പ്രൂവ് ചെയ്ത് വിശ്വസിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവമാക്കുക, ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവമാക്കുന്നതാണ്. ആ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാകുന്നു
യേശുവിൻ്റെ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഗ്രാഹ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ പലപ്പോഴും ഫസ്റ്റ് ഹാൻഡ് റെവലേഷൻസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ചില ഇല്യൂഷൻസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കാര്യമായ രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അത് ശരിയായിരിക്കണമെന്നില്ല. അത് നമ്മളെ ചിലപ്പോഴും അന്ധകാരത്തിലേക്ക് എത്തിക്കും. നമ്മൾ കുരുടന്മാരായ വഴികാട്ടികളായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഓർക്കണം, വെളിപ്പെടുത്തി കിട്ടിയതായ ആത്മീക സത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, നമുക്ക് മുമ്പേ ജീവിച്ചതായ തലമുറയുടെ എക്സ്പീരിയൻസിൻ്റെ പശ്ചാത്തലത്തിൽ, നമുക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്തിൻ്റെ റെവലേഷൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാം നമ്മുടെ ഇന്നത്തെ ഫെയ്ത്ത് എക്സ്പീരിയൻസസിനെ അനലൈസ് ചെയ്യുവാനായിട്ട്. നമ്മൾ യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ബുദ്ധിയിൽ മാത്രം അവനെ ഒതുക്കിയിരുന്നത് ചില ചോദ്യം ചിഹ്നവുമായിട്ട് ഇനിയും ജീവിക്കുന്നെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ ഇരുണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളോട് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ കാണാതെ വിശ്വസിക്കുകയാണെങ്കിൽ ഭാഗ്യവാനാണ്. ഇത് തോമസ് അപ്പോസ്തലൻ്റെ ഒരു പരാജയത്തെ കുറ്റപ്പെടുത്തി പറയാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. വരും തലമുറയ്ക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ലഭിക്കുകയില്ല. എന്നാൽ ഇതിനു മുമ്പേ ജീവിച്ചതായ തലമുറയുടെ സാക്ഷ്യം, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കേട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ ജീവന്റെ വചനത്തിന്റെ പ്രഘോഷകരായി തീർന്നിരിക്കുന്നതെന്ന് ജോൺ ചാപ്റ്റർ 1 ഓൺവേർഡ്സ്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 ഓൺവേർഡ്സ് പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ആ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ജീവിക്കുവാനായിട്ട് യോഹന്നാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനിവിടെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നമ്മളെ ഇന്ന് ഗ്രഹിച്ചിരിക്കുന്നതായ ചിന്ത എന്താണ്? ഫെയ്ത്തിനെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുക്കി നിർത്തി ഒരു ഉത്തരവും കണ്ടെത്താതെ ഇങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളുടെ മധ്യത്തിൽ ദൈവം എവിടെയെന്ന് ഉള്ള ചോദ്യമൊക്കെ നമ്മൾ ഉയർത്തുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മധ്യത്തിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ടു ജീസസ് സാധ്യമാണോ? ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ജീസസ് സാധ്യമാണോ? എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങളുടെ മധ്യത്തിൽ നിന്നും ഒരു റാഷണൽ ചോദ്യം ചെയ്യലിൻ്റെയും ആർഗ്യുമെൻറ്റിൻ്റെയും എവിഡൻസിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നും അതിന് റെവലേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതായ ഒരു പൂർണ്ണമായ ഫെയ്ത്ത് അഫർമേഷനിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചെങ്കിൽ ഈ തോമസ് അപ്പോസ്റ്റലിനെ പോലെ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ലോർഡാണെന്നും യേശുവിൻ്റെ ദൈവമാണെന്നും ജീവിതത്തിലെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പറയുവാനും ജീവിതത്തെ അനുഭവമാക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്ന് നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഈ കാലഘട്ടം നമ്മളുടെ ഫെയ്ത്തിനെ വളരെയധികം ചോദ്യം ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചോദിക്കാൻ പോവുകയാണ്, പള്ളിയില്ലല്ലോ, പട്ടക്കാരനില്ലല്ലോ, കൂട്ടായ്മയില്ലല്ലോ, നമുക്കിങ്ങനെയൊക്കെ വിശ്വസിക്കാം, ജീവിക്കാനായിട്ട് പറ്റുമോ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? ജോലി നഷ്ടപ്പെടുക, നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നതൊക്കെ നമുക്ക് നഷ്ടമാകാം. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ നമുക്ക് തുണയായി, കരുതലായി, സങ്കേതമായി, കോട്ടയായി, സമാധാനമായി നമ്മുടെ മധ്യേ എത്തുന്നവനായ ആ ഒരു ക്രിസ്തുവിനെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മൂലം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ, കൃപയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവിശ്വസ്തതകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾ ബലഹീനരാകുന്നു എന്നുള്ളത് സമ്മതിക്കുവാനും ഞങ്ങളുടെ കുറവുകൾ തിരുമുമ്പിൽ അനാവരണം ചെയ്ത് തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ, തിരുബലത്തിൻ്റെ മറവിൽ ഞങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. തോമസ് അപ്പോസ്തലനെ പോലെ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ പ്രാപ്തിയുള്ളവരാക്കണമേ. അടിയങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കും നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. സകലബുദ്ധിയും കവിയുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനം അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും കേട്ടാവ ദൈവവചനത്തിലും തുടർന്നുള്ള ജീവിത സാക്ഷി അനുഭവങ്ങളിലും ഇപ്പോഴും ഇന്നും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ.